ഹായ് ഓൾ. ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്കും ആദ്യമേ ഓടിയെത്തുന്നത് ആലപ്പുഴയിലെ ആ ഒരു ബാക്ക് വാട്ടേഴ്സും ഹൗസ് ബോട്ട്സും നെൽപ്പാടങ്ങളും ഒക്കെ ആയിരിക്കും. അത്തരത്തിൽ ആലപ്പുഴയുടെ ആ ഒരു സിഗ്നേച്ചർ ബ്യൂട്ടി അപ്പാടെ ആവാഹിച്ച ഒരു സ്ഥലത്താണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ സ്ഥലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ടൗണിനോട് ഏറ്റവും അടുത്താണ് കിടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണണമെങ്കിൽ എല്ലാവരും ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്ന കുട്ടനാടാണ്. കുട്ടനാട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലപ്പുഴ ടൗണിന് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ് ഒരു 20 കിലോമീറ്റേഴ്സിനടുത്ത് ദൂരമുണ്ട്. നമ്മൾ അത്രയും ട്രാവൽ ചെയ്ത് വേണം അവിടെ പോകാൻ. പക്ഷേ ഇത് നമ്മുടെ ആലപ്പുഴ ടൗണിനോട് ഏറ്റവും അടുത്ത് ഏകദേശം ഒരു 5 കിലോമീറ്റേഴ്സ് താഴെ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനായിട്ട്. അപ്പം ആ ഒരു പ്രത്യേകത കൂടി ഈ സ്ഥലത്തിനുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം എന്തായാലും നമുക്ക് ഒട്ടും ലാഗടിപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അതെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ നഗരത്തിലുള്ള ചുങ്കം പള്ളാത്തുരുത്തിയിലാണ്. ആ നാടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഈ നാടിൻ്റെ ഭംഗിയൊക്കെ ശരിക്കും ആസ്വദിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ബൈക്ക് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. നല്ല രസമാണ് ഇങ്ങനെ നടക്കാനായിട്ട്. കാരണം ഒരു സൈഡിൽ കായലാണ്, ടൂറിസമാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗം. പിന്നെ മറ്റൊരു സൈഡിൽ നെൽപ്പാടങ്ങളാണ് കേട്ടോ, നല്ല പച്ചപ്പൊക്കെ പിടിച്ചിങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഇവിടെയുള്ളൊരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് കയാക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ആ കയാക്കിങ്ങിന് വേണ്ടിയുള്ള ഈ കയാക്സ് ആണ് ഈ റോഡ് സൈഡിൽ കാണുന്നത്. വൈകുന്നേരവും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒക്കെയാണ് കയാക്കിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ ഉറപ്പായിട്ടും കയാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഞാൻ ട്രൈപോഡും ഗിംബലും ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് മൊത്തം ഹാൻഡ് ഹെൽഡ് ഷോട്ട്സ് ആണ്. അതുകൊണ്ട് സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ ഇഷ്യൂ ഉണ്ടാവും. അപ്പം നിങ്ങളതൊന്ന് ക്ഷമിച്ചേക്കണം. കാരണം ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ എന്തായാലും ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. ശരിക്കും ഈ ആലപ്പുഴക്കാർക്ക് ഈ ഹൗസ് ബോട്ട്സ് ഒന്നും കാണുമ്പോൾ വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ നാടിൻ്റെ ഒരു പ്രധാന ലാൻഡ്മാർക്കാണ് ഈ ഒരു ബോട്ട് ജെട്ടി എന്ന് പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ജലഗതാഗതമാണ്. അതുകൊണ്ട് തന്നെ ഈ നാട്ടുകാരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയിട്ടാണ് ഈ ഒരു ജെട്ടി എന്ന്. പക്ഷേ വേറൊരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പലപ്പോഴും വന്നപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ ഈ ജെട്ടിയിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെക്കാൾ ഉപരി ഇവിടുത്തെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി ഇരുന്നിട്ട് രാഷ്ട്രീയം പറയുന്നതും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതുമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഓൾഡ് സിറ്റിസൻസിൻ്റെയൊക്കെ കുറച്ചൊരു ഹാങ് ഔട്ട് സ്പോട്ട് കൂടിയിട്ടാണ് ഈ ഒരു ജെട്ടി. എന്തൊക്കെ പറഞ്ഞാലും ഈ നാടിനെ ഏറ്റവും കൂടുതൽ ഫേമസ് ആവാൻ സഹായിച്ച ഒന്നാണ് 1947 മുതൽ, അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ മുതൽ ഇവിടെയുള്ള ഈ ഒരു ഹോട്ടൽ. ഇവിടുത്തെ നാട്ടുകാരും ടൂറിസ്റ്റുകളും ഈവൻ സെലിബ്രിറ്റികൾ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഹോട്ടലിൽ കയറാതെ പോവാറേയില്ല. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മുടെ ഫേമസ് ആയ രാജാക്കാനെ കാണിച്ചു തരാം. അപ്പോൾ രാജാക്ക എന്തായാലും നിങ്ങളോട് സംസാരിക്കുന്നതാണ്. 75 വർഷം പഴക്കമുള്ള ഒരു ഹോട്ടലാണ്. ഇവിടുത്തെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഹോട്ടലാണ്. 80 വയസ്സായിട്ട് ഇപ്പോഴും ആ ഒരു ആളുകൾക്ക് ആ ഒരു ഹാപ്പിനെസ്, ഇവിടെ വരുന്ന ആളുകൾക്ക് ആ ഒരു സന്തോഷം കൊടുക്കാനായിട്ട് രാജാക്ക് ഇപ്പോഴും ഈ ഒരു ഷോപ്പ് വളരെ ആക്റ്റീവായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു പ്രത്യേകതയാണ്. ഒരുപാട് ഫേമസ് ആണ്, ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഹോട്ടലാണ്. കൂടുതൽ വിശേഷങ്ങൾ എന്തായാലും കാണാം. വിറക് ഉപയോഗിച്ച് മാത്രം പാചകം ചെയ്യുന്ന സ്ഥാപനമാണ്. പഴംപൊടിയും ബീഫാണ് ഇവിടുത്തെ ഒരു ഫേമസ് കോംബോ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര കഴിക്കുമ്പോൾ ഭയങ്കര വീടായിട്ട് തോന്നുന്ന ഒരു കോംബോ ആണ്. പക്ഷെ കഴിച്ച ഭയങ്കര ടേസ്റ്റ് ആണ്. പല ചിലർക്ക് അറിയാം, ചിലർക്ക് അറിയത്തില്ല. അപ്പം ഇവിടുന്ന് എന്തായാലും വരുന്നവര് പഴംപൊടിയും ബീഫും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. ഒരു 20 വർഷത്തിന് മുമ്പ് വരെ രാവിലെ കച്ചവടമുള്ള സ്ഥാപനമാണ്. ഇപ്പൊ പിന്നെ രാജായിക്ക് ഒറ്റ ചെയ്യാൻ പറ്റിയ സാധനങ്ങളൊന്നും വേണപ്പോഴാണ് രാത്രി അടയ്ക്കുന്നത്. പിന്നെ ഇവിടെ കണ്ട മറ്റൊരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരുപാട് ബോട്ട്സ് ആണ് കേട്ടോ. അത് ഗവൺമെൻറ്റിൻ്റെയും അല്ലാണ്ട് പ്രൈവറ്റ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ കിടന്ന് നശിക്കുന്ന കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒന്ന് റീയൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പർപ്പസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാൻ പറ്റില്ല എന്നാണ്. ടൂറിസത്തിന് തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റി തീർക്കാൻ കഴിയില്ലേ എന്നൊരു തോട്ട് എനിക്ക് വന്നു കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്കും എല്ലാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു പാർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഹോട്ടലിലെ ഭായിമാർ ഇവിടെ ഇരുന്ന് ഈ കായലിലെ വെള്ളത്തിൽ ഈ വെജിറ്റബിൾസ് കഴിയുന്നത് കാണുമ്പോൾ പണ്ട് ഞാൻ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചൊരു ടേമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കംപ്ലീറ്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയും. അതായത് നോ വേസ്റ്റേജ് പ്ലസ് മാക്സിമം എഫിഷ്യൻസി. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെല്ലാം മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചിട്ട് മാക്സിമം റവന്യൂ കൂട്ടുന്ന ഒരു പരിപാടി. എന്തായാലും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഈ നാടിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റമാണ്. ഭയങ്കര കോപ്പറേറ്റീവ് ആണ് കേട്ടോ. നമ്മൾ എന്ത് ചോദിച്ചാലും ഒരു ചിരിയോടുകൂടിയ ഒരു ഉത്തരം പറയാറുള്ളൂ. നല്ല സ്നേഹമുള്ള നാട്ടുകാരാണ് ഇവിടുത്തെ നാട്ടുകാർ. അതും ഈ ഒരു നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഈ നാടിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഈ നാട്ടിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
അത് ഈ നാട്ടുകാരുടെ പ്രശ്നങ്ങളല്ല, അതൊരു നല്ലൊരു റോഡില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. കാരണം ഓഫ് റോഡ് വരുന്ന പ്രതീതിയാണ് ഇവിടെ വണ്ടി ഓടിച്ച് വരുമ്പോഴേക്കും. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നല്ലതുള്ളൂ, ബാക്കിയെല്ലാം ഈ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. പിന്നെ പ്രളയം എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, അത് പ്രകൃതിയുടെയാണ്. പക്ഷേ അത് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പ്രളയം വന്നാൽ പോലും ഇവിടെ വെള്ളം പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ശരിക്കും ഈ നാടിന്റെ ഒരു പെർഫെക്റ്റ് ലാൻഡ്സ്കേപ്പ് ബ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ സൺസെറ്റിന്റെ ആംബിയൻസ് നിങ്ങളൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇതൊരു വ്ളോഗ് എന്നുള്ള രീതിയിൽ ചെയ്തൊന്നുമല്ല, ജസ്റ്റ് ഈ സ്ഥലം പരിചയപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും ഇതിന് കുറേ ഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നിങ്ങൾ മനസ്സിലൊന്ന് കണ്ടേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. തുടക്കക്കാരനാണ്, അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ശരിക്കും ഒരുപാട് ഇരുട്ടി കേട്ടോ, വീഡിയോ ഒക്കെ എടുത്ത് സമയം പോയി അറിഞ്ഞില്ല. Taking her bond lightly would be a mistake. Really about to do everything it takes, 'cause her heart's not one I can break. I keep this in mind and there's nothing left to hide. So ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.